രോഹിത്തിനോടൊപ്പം ജീവിച്ചു വന്നു. രവീഷ് ഒരു വലിയ ബിസിനസ്മാൻ ആയിരുന്നു. രവീഷിന്റെ അച്ഛനും അമ്മയും ഗ്രാമത്തിലായിരുന്നു. മനീഷയും രോഹിത്തും ഡിന്നർ ടേബിളിൽ രവീഷിനായി വെയിറ്റ് ചെയ്യുകയായിരുന്നു. വെളിയിൽ നിന്ന് ചിരിച്ചുകൊണ്ട് രവീഷ് അവിടേക്ക് എത്തി. എന്തുപറ്റി? ആരാ ഫോണിൽ? ഇത്ര സന്തോഷത്തോടെയാണല്ലോ. നാട്ടിൽ നമ്മയുടെ ഫോണാ. നമ്മളോട് എല്ലാവരുടെ നാട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്ത്? ഇവിടത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കാനാ? എന്നേക്കുമല്ല, രോഹിത്തിന് സ്കൂള് തുടങ്ങുന്നത് വരെ നമുക്ക് നാട്ടില് കഴിയാം, അല്ലേ? അത്രയും ദിവസം സമയം കിട്ടുമോ? ഇപ്പൊ എല്ലാം ഡിജിറ്റൽ അല്ലേ, പിന്നെ എന്തിനാണ് ടെൻഷൻ? വാവ്, അടിപൊളിയാണല്ലോ. എനിക്ക് നാട്ടില് മറ്റുള്ള കുട്ടികളെ പോലെ എൻജോയ് ചെയ്യാൻ പറ്റുമല്ലേ? ഓടുകയും കളിക്കുകയും ചാടുകയും ഒക്കെ. ആഹാ. അപ്പോ ശരി, നാളെ രാവിലെ തന്നെ നമുക്ക് നാട്ടിലേക്ക് പുറപ്പെടാം. 3 പേരും പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഉറങ്ങാനെത്തി. അടുത്ത ദിവസം രാവിലെ 3 പേരും സന്തോഷത്തോടെ നാട്ടിലേക്ക് തിരിച്ചു. അവർ കാറിൽ സന്തോഷത്തോടു കൂടി പോവുകയായിരുന്നു. ഒരുപാട് നേരത്തെ ട്രാവലിന് ശേഷം അവർ നാട്ടിലെത്തി. അവരെ കണ്ടതും മുത്തശ്ശിയും മുത്തശ്ശനും ഒരുപാട് സന്തോഷിച്ചു. എത്ര നാളുകൾക്ക് ശേഷമാ നാട്ടിലേക്ക് നിങ്ങൾ വരുന്നത്? രോഹിത് മോന് ഞങ്ങൾ ആരാണെന്ന് പോലും അറിയില്ല. ഇല്ലില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛൻ നിങ്ങളെപ്പറ്റി ദിവസവും എന്നോട് പറയാറുണ്ട്. എല്ലാരും ചിരിക്കാൻ തുടങ്ങി. ആഹാരം കഴിച്ചതിനു ശേഷം എല്ലാരും ഉറങ്ങാൻ തുടങ്ങി. പക്ഷേ രോഹിത്തിന് ഉറക്കം വന്നില്ല. എനിക്ക് ഗ്രാമം ഒന്ന് ചുറ്റിക്കറങ്ങണം, പക്ഷെ എല്ലാവരും ഉറക്കത്തിലാണല്ലോ. എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ട്. രോഹിത് പുറത്തേക്ക് ചെന്ന് ചുറ്റി നോക്കി. ഗ്രാമത്തിൽ ഒരു വലിയ മരമുണ്ടായിരുന്നു. അതിനു താഴെ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. രോഹിത് അവരുടെ അടുത്ത് ചെന്ന് സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് ഗ്രാമം ഒന്ന് കറങ്ങി കാണണം. എന്നാ പോയി കാണ. എന്റെ കൂടെ ആരെങ്കിലും വരൂ. അതിന് ഞങ്ങൾ നിന്റെ ഫ്രണ്ട്സ് ഒന്നും അല്ലല്ലോ. പിന്നെ ഈ ഗ്രാമം ഇത്രയൊക്കെയുള്ളൂ, ഇവിടെ ഒന്നും കാണാൻ മാത്രം ഇല്ല. എനിക്ക് കാട്ടിലേക്ക് പോണം, പിന്നെ കളിയും കാണണം. ഗ്രാമത്തിലെ കുട്ടികൾ മാറി മാറി നോക്കാൻ തുടങ്ങി. എന്തു പറ്റി? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? ഒന്നുമില്ല, നിന്നെ ഇന്ന് കാട് കാണിക്കാം. വൈകുന്നേരം വന്നേക്ക്. നീ തീർച്ചയായും എന്നെ വയലും കാടും കാണിക്കുമല്ലോ, അല്ലേ? അതുകൊണ്ടല്ലേ നിന്നോട് വൈകുന്നേരം ഇറങ്ങാൻ പറഞ്ഞത്. പോയിട്ട് വൈകുന്നേരം വാ, ഞങ്ങൾക്ക് കളിക്കാനുള്ളതാ. ചെല്ല് ചെല്ല്. രോഹിത് തിരിച്ചു വീട്ടിലേക്കെത്തി. രോഹിത്, ഈ ഗ്രാമം നമുക്ക് പുതിയതാണ്. നീ തനിയെ എവിടേക്കാണ് ചെന്നത്? അമ്മേ, ഞാൻ പുറത്തു തന്നെയായിരുന്നു, വേറെ എങ്ങോട്ടും പോയിട്ടില്ല. ശരി ശരി, ഇതോടെ വിടൂ. ഇനി ഗ്രാമം വിട്ട് പുറത്തേക്ക് പോകരുത്. ഇവിടെ ഒരുപാട് ആപത്തുണ്ട്. എങ്ങനെയുള്ള ആപത്താണ് മുത്തശ്ശി? നീ ചെറിയ കുട്ടിയാണ്, നിനക്കതൊന്നും മനസ്സിലാവില്ല. രോഹിത്തിന് അഡ്വൈസ് ചെയ്തിട്ട് അവരവരുടെ ജോലി നോക്കി പോയി. രോഹിത് വൈകുന്നേരം കാട്ടിലേക്ക് പോകാൻ മറന്നുപോയി. അവൻ അടുത്ത ദിവസം കാട്ടിലേക്ക് പോകാൻ തയ്യാറായി. എനിക്ക് ഇന്നലെ വൈകുന്നേരം പോകാൻ പറ്റിയില്ല, പക്ഷെ ഇന്ന് കാട്ടിലും വയലിലും തീർച്ചയായും ഞാൻ പോകും. രോഹിത് എല്ലാവരുടെ കണ്ണും വെട്ടിച്ചു പോയി. അങ്ങനെ വയലൊക്കെ നോക്കി നോക്കി അവൻ കാട്ടിലേക്ക് പോയി. അവൻ പോകുന്ന വഴിയിൽ അറിയാതെ ഒരു ചെടിയിലേക്ക് ചവിട്ടി. ഓ, ഞാൻ ഈ ചെടിയെ ചവിട്ടിയല്ലോ. ഇനി എന്താ ചെയ്യാ? ഇനി ഇതിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. രോഹിത് കാട് ചുറ്റി നോക്കാൻ മറന്നുപോയി. എന്നിട്ട് അവൻ ചെടിയും കൊണ്ട് നേരെ വീട്ടിലേക്ക് വന്നു. രോഹിത്, നീ എവിടെയായിരുന്നു? പിന്നെ നിനക്ക് ഈ ചെടി എവിടുന്നാ കിട്ടിയത്? ഇവിടെ ഉണ്ടായിരുന്നു താത്ത, ഇവിടുന്ന് പറിച്ചതാ. മുത്തശ്ശൻ രോഹിത്തിന് ക്ലാസ് എടുക്കുകയായിരുന്നു. അപ്പോൾ രവീഷും അവിടേക്ക് എത്തി. ഒരു പ്രധാനപ്പെട്ട ജോലി വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് ഇന്ന് തന്നെ സിറ്റിയിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ നീ ഇന്നലെയല്ലേ വന്നത്? എന്തിനാ ഇത്രയും വേഗത്തിൽ പോകുന്നേ? ഒരു പ്രധാനപ്പെട്ട ജോലിയാണച്ചാ. രവീഷ് രോഹിത്തിനോടും മനീഷയോടും പെട്ടെന്ന് തന്നെ റെഡിയാകാൻ പറഞ്ഞു, നാട്ടിലേക്ക് പോകാൻ. 2 പേരും ഉടനെ തന്നെ റെഡിയായി. രോഹിത് ആ ചെടിയും എടുത്തുകൊണ്ട് കാറിലേക്ക് കയറി. എന്നിട്ട് കാറ് നഗരത്തിലേക്ക് പോകാൻ തുടങ്ങി. എന്തുപറ്റി? നമ്മളെന്താ ഉടൻ തന്നെ തിരിച്ചു പോകുന്നത്? വീട്ടില് മോഷണം നടന്നു, പിന്നെ കമ്പനിയും അടച്ചു പൂട്ടി. നമ്മൾ ശരിക്കും പെട്ടിരിക്കുകയാണിപ്പോ. എന്താണ് നിങ്ങൾ പറയുന്നത്? അതെ, ഇപ്പൊ പോയി എന്താ സംഭവിച്ചതെന്ന് നോക്കാം. കുറച്ചു മണിക്കൂറിനകം അവർ വീട്ടിലേക്ക് തിരിച്ചെത്തി. വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ എല്ലാം കളവ് പോയിരിക്കുന്നു. ഇപ്പോൾ രവീഷിന്റെ കാറും അടുത്ത ദിവസം കൊണ്ടുപോകാനിരുന്നു. 3 പേരും നിലത്തിരിപ്പായി. രോഹിത്തും തന്റെ ചെടിയെ ഒരു മൂലയിലേക്ക് വെച്ചു. ഇനി നമ്മൾ എങ്ങോട്ടാ പോവുക? നിങ്ങൾ ദൈവത്തിനെ വിശ്വസിക്കൂ, എല്ലാം ശരിയാകും. ഇനി മുതൽ എന്താ സംഭവിക്കുക? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുറച്ചു സമയം റിലാക്സ് ആകൂ, എല്ലാം ശരിയാകും. അതിനുള്ളിൽ ആ ചെടിയിൽ വീണ ഇല ഞാൻ അതിൽ ഒട്ടിക്കാൻ വേണ്ടി ശ്രമിക്കാം. രോഹിത് ആ ചെടിയുടെ അടുത്തേക്ക് ചെന്നു. ചെടിയെ കണ്ടതും അവൻ ശബ്ദമുണ്ടാക്കി. അച്ഛ, അമ്മ ഒന്ന് പെട്ടെന്ന് വരൂ. അല്ലെങ്കിൽ തന്നെ ഈ മനുഷ്യൻ ഇവിടെ സമാധാനം ഇല്ലാണ്ടിരിക്കുക. അപ്പോൾ അവന്റെ അച്ഛനൊന്ന് വന്ന് നോക്കിക്കേ, ഇതെന്താണെന്ന്. അവർ 2 പേരും പുറത്തേക്ക് വന്നു. ചെടിയെ നോക്കിയപ്പോൾ അവർ അതിശയിച്ചു പോയി. എന്തെന്നാൽ ആ ചെടിയിൽ സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. അവർ നാണയങ്ങളൊക്കെ പറിച്ചെടുത്തു. ചെടിയെ അവരുടെ വീട്ടിലെ ഗാർഡനിൽ നട്ടുവെച്ചു. ഇതെന്തൊരു അത്ഭുതമാണ്! കണ്ടോ, നമ്മുടെ ശബ്ദം ദൈവത്തിന് കേട്ടു.
രാത്രി കഴിച്ചിട്ട് 3 പേരും ഉറങ്ങി. രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ അവർ 3 പേരും അതിശയിച്ചു പോയി. എന്തെന്നാൽ ആ ചെടി ഇപ്പോൾ ഒരു വലിയ മരമായി. ആ മരം മുഴുവൻ സ്വർണ്ണ നാണയങ്ങൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇത് കണ്ടപ്പോൾ അവർക്ക് സന്തോഷം സഹിക്കാൻ പറ്റിയില്ല. അവർ എല്ലാ നാണയങ്ങളും പറിച്ചെടുത്തു ശേഖരിച്ചു. ദിവസവും ആ മരത്തിൽ സ്വർണ്ണ നാണയങ്ങൾ വിളഞ്ഞു. കുറച്ചു ദിവസത്തിനകം അവർ വലിയ പണക്കാരായി മാറി. രവീഷ്, തന്റെ ഭാര്യ മനിഷ, പിന്നെ മകൻ രോഹിത്തിനോടൊപ്പം ജീവിച്ചു വന്നു. രവീഷ് ഒരു വലിയ ബിസിനസ്മാൻ ആയിരുന്നു. രവീഷിന്റെ അച്ഛനും അമ്മയും ഗ്രാമത്തിലായിരുന്നു. മനീഷയും രോഹിത്തും ഡിന്നർ ടേബിളിൽ രവീഷിനായി വെയിറ്റ് ചെയ്യുകയായിരുന്നു. വെളിയിൽ നിന്ന് ചിരിച്ചുകൊണ്ട് രവീഷ് അവിടേക്ക് എത്തി. എന്തുപറ്റി? ആരാ ഫോണിൽ? ഇത്ര സന്തോഷത്തോടെയാണല്ലോ. നാട്ടിൽ നമ്മയുടെ ഫോണാ. നമ്മളോട് എല്ലാവരുടെ നാട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്ത്? ഇവിടത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കാനാ? എന്നേക്കുമല്ല, രോഹിത്തിന് സ്കൂള് തുടങ്ങുന്നത് വരെ നമുക്ക് നാട്ടിൽ കഴിയാം, അല്ലേ? അത്രയും ദിവസം സമയം കിട്ടുമോ? ഇപ്പൊ എല്ലാം ഡിജിറ്റൽ അല്ലേ, പിന്നെ എന്തിനാണ് ടെൻഷൻ? വാവ്, അടിപൊളിയാണല്ലോ. എനിക്ക് നാട്ടില് മറ്റുള്ള കുട്ടികളെ പോലെ എൻജോയ് ചെയ്യാൻ പറ്റുമല്ലേ? ഓടുകയും കളിക്കുകയും ചാടുകയും ഒക്കെ. ആഹാ. അപ്പോ ശരി, നാളെ രാവിലെ തന്നെ നമുക്ക് നാട്ടിലേക്ക് പുറപ്പെടാം. 3 പേരും പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഉറങ്ങാനെത്തി. അടുത്ത ദിവസം രാവിലെ 3 പേരും സന്തോഷത്തോടെ നാട്ടിലേക്ക് തിരിച്ചു. അവർ കാറിൽ സന്തോഷത്തോടുകൂടി പോവുകയായിരുന്നു. ഒരുപാട് നേരത്തെ ട്രാവലിന് ശേഷം അവർ നാട്ടിലെത്തി. അവരെ കണ്ടതും മുത്തശ്ശിയും മുത്തശ്ശനും ഒരുപാട് സന്തോഷിച്ചു. എത്ര നാളുകൾക്ക് ശേഷമാ നാട്ടിലേക്ക് നിങ്ങൾ വരുന്നത്? രോഹിത് മോന് ഞങ്ങൾ ആരാണെന്ന് പോലും അറിയില്ല. ഇല്ലില്ല, എനിക്ക് നന്നായിട്ടറിയാം. അച്ഛൻ നിങ്ങളെപ്പറ്റി ദിവസവും എന്നോട് പറയാറുണ്ട്. എല്ലാരും ചിരിക്കാൻ തുടങ്ങി. ആഹാരം കഴിച്ചതിനു ശേഷം എല്ലാരും ഉറങ്ങാൻ തുടങ്ങി. പക്ഷേ രോഹിത്തിന് ഉറക്കം വന്നില്ല. എനിക്ക് ഗ്രാമം ഒന്ന് ചുറ്റിക്കറങ്ങണം, പക്ഷെ എല്ലാവരും ഉറക്കത്തിലാണല്ലോ. എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ട്. രോഹിത് പുറത്തേക്ക് ചെന്ന് ചുറ്റി നോക്കി. ഗ്രാമത്തിൽ ഒരു വലിയ മരമുണ്ടായിരുന്നു. അതിനു താഴെ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. രോഹിത് അവരുടെ അടുത്ത് ചെന്ന് സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് ഗ്രാമം ഒന്ന് കറങ്ങി കാണണം. എന്നാ പോയി കാണ. എന്റെ കൂടെ ആരെങ്കിലും വരൂ. അതിന് ഞങ്ങൾ നിന്റെ ഫ്രണ്ട്സ് ഒന്നും അല്ലല്ലോ. പിന്നെ ഈ ഗ്രാമം ഇത്രയൊക്കെയുള്ളൂ, ഇവിടെ ഒന്നും കാണാൻ മാത്രം ഇല്ല. എനിക്ക് കാട്ടിലേക്ക് പോണം, പിന്നെ കളിയും കാണണം. ഗ്രാമത്തിലെ കുട്ടികൾ മാറി മാറി നോക്കാൻ തുടങ്ങി. എന്തു പറ്റി? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? ഒന്നുമില്ല, നിന്നെ ഇന്ന് കാട് കാണിക്കാം. വൈകുന്നേരം വന്നേക്ക്. നീ തീർച്ചയായും എന്നെ വയലും കാടും കാണിക്കുമല്ലോ, അല്ലേ? അതുകൊണ്ടല്ലേ നിന്നോട് വൈകുന്നേരം ഇറങ്ങാൻ പറഞ്ഞത്. പോയിട്ട് വൈകുന്നേരം വാ, ഞങ്ങൾക്ക് കളിക്കാനുള്ളതാ. ചെല്ല് ചെല്ല്. രോഹിത് തിരിച്ചു വീട്ടിലേക്കെത്തി. രോഹിത്, ഈ ഗ്രാമം നമുക്ക് പുതിയതാണ്. നീ തനിയെ എവിടേക്കാണ് ചെന്നത്? അമ്മേ, ഞാൻ പുറത്തു തന്നെയായിരുന്നു, വേറെ എങ്ങോട്ടും പോയിട്ടില്ല. ശരി ശരി, ഇതോടെ വിടൂ. ഇനി ഗ്രാമം വിട്ട് പുറത്തേക്ക് പോകരുത്. ഇവിടെ ഒരുപാട് ആപത്തുണ്ട്. എങ്ങനെയുള്ള ആപത്താണ് മുത്തശ്ശി? നീ ചെറിയ കുട്ടിയാണ്, നിനക്കതൊന്നും മനസ്സിലാവില്ല. രോഹിത്തിന് അഡ്വൈസ് ചെയ്തിട്ട് അവരവരുടെ ജോലി നോക്കി പോയി. രോഹിത് വൈകുന്നേരം കാട്ടിലേക്ക് പോകാൻ മറന്നുപോയി. അവൻ അടുത്ത ദിവസം കാട്ടിലേക്ക് പോകാൻ തയ്യാറായി. എനിക്ക് ഇന്നലെ വൈകുന്നേരം പോകാൻ പറ്റിയില്ല, പക്ഷെ ഇന്ന് കാട്ടിലും വയലിലും തീർച്ചയായും ഞാൻ പോകും. രോഹിത് എല്ലാവരുടെ കണ്ണും വെട്ടിച്ചു പോയി. അങ്ങനെ വയലൊക്കെ നോക്കി നോക്കി അവൻ കാട്ടിലേക്ക് പോയി. അവൻ പോകുന്ന വഴിയിൽ അറിയാതെ ഒരു ചെടിയിലേക്ക് ചവിട്ടി. ഓ, ഞാൻ ഈ ചെടിയെ ചവിട്ടിയല്ലോ. ഇനി എന്താ ചെയ്യാ? ഇനി ഇതിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. രോഹിത് കാട് ചുറ്റി നോക്കാൻ മറന്നുപോയി. എന്നിട്ട് അവൻ ചെടിയും കൊണ്ട് നേരെ വീട്ടിലേക്ക് വന്നു. രോഹിത്, നീ എവിടെയായിരുന്നു? പിന്നെ നിനക്ക് ഈ ചെടി എവിടുന്നാ കിട്ടിയത്? ഇവിടെ ഉണ്ടായിരുന്നു താത്ത, ഇവിടുന്ന് പറിച്ചതാ. മുത്തശ്ശൻ രോഹിത്തിന് ക്ലാസ് എടുക്കുകയായിരുന്നു. അപ്പോൾ രവീഷും അവിടേക്ക് എത്തി. ഒരു പ്രധാനപ്പെട്ട ജോലി വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് ഇന്ന് തന്നെ സിറ്റിയിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ നീ ഇന്നലെയല്ലേ വന്നത്? എന്തിനാ ഇത്രയും വേഗത്തിൽ പോകുന്നേ? ഒരു പ്രധാനപ്പെട്ട ജോലിയാണച്ചാ. രവീഷ് രോഹിത്തിനോടും മനീഷയോടും പെട്ടെന്ന് തന്നെ റെഡിയാകാൻ പറഞ്ഞു നാട്ടിലേക്ക് പോകാൻ. 2 പേരും ഉടനെ തന്നെ റെഡിയായി. രോഹിത് ആ ചെടിയും എടുത്തുകൊണ്ട് കാറിലേക്ക് കയറി. എന്നിട്ട് കാറ് നഗരത്തിലേക്ക് പോകാൻ തുടങ്ങി. എന്തുപറ്റി? നമ്മളെന്താ ഉടൻ തന്നെ തിരിച്ചു പോകുന്നത്? വീട്ടിൽ മോഷണം നടന്നു, പിന്നെ കമ്പനിയും അടച്ചുപൂട്ടി. നമ്മൾ ശരിക്കും പെട്ടിരിക്കുകയാണിപ്പോ. എന്താണ് നിങ്ങൾ പറയുന്നത്? അതെ, ഇപ്പൊ പോയി എന്താ സംഭവിച്ചതെന്ന് നോക്കാം. കുറച്ചു മണിക്കൂറിനകം അവർ വീട്ടിലേക്ക് തിരിച്ചെത്തി. വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ എല്ലാം കളവ് പോയിരിക്കുന്നു. ഇപ്പോൾ രവീഷിന്റെ കാറും അടുത്ത ദിവസം കൊണ്ടുപോകാനിരുന്നു. 3 പേരും നിലത്തിരിപ്പായി. രോഹിത്തും തന്റെ ചെടിയെ ഒരു മൂലയിലേക്ക് വെച്ചു. ഇനി നമ്മൾ എങ്ങോട്ടാ പോവുക? നിങ്ങൾ ദൈവത്തിനെ വിശ്വസിക്കൂ, എല്ലാം ശരിയാകും. ഇനി മുതൽ എന്താ സംഭവിക്കുക? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുറച്ചു സമയം റിലാക്സ് ആകൂ, എല്ലാം ശരിയാകും. അതിനുള്ളിൽ ആ ചെടിയിൽ വീണ ഇല ഞാൻ അതിൽ ഒട്ടിക്കാൻ വേണ്ടി ശ്രമിക്കാം. രോഹിത് ആ ചെടിയുടെ അടുത്തേക്ക് ചെന്നു. ചെടിയെ കണ്ടതും അവൻ ശബ്ദമുണ്ടാക്കി.
അച്ഛ അമ്മ ഒന്ന് പെട്ടെന്ന് വരൂ. അല്ലെങ്കിൽ തന്നെ ഈ മനുഷ്യൻ ഇവിടെ സമാധാനം ഇല്ലാണ്ടിരിക്കുക. അപ്പോൾ അവന്റെ അച്ഛനൊന്ന് വന്ന് നോക്കിക്കേ ഇതെന്താണെന്ന്. അവർ രണ്ടുപേരും പുറത്തേക്ക് വന്നു. ചെടിയെ നോക്കിയപ്പോൾ അവർ അതിശയിച്ചു പോയി. എന്തെന്നാൽ ആ ചെടിയിൽ സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. അവർ നാണയങ്ങളൊക്കെ പറിച്ചെടുത്തു. ചെടിയെ അവരുടെ വീട്ടിലെ ഗാർഡനിൽ നട്ടുവെച്ചു. ഇതെന്തൊരു അത്ഭുതമാണ്. കണ്ടോ, നമ്മുടെ ശബ്ദം ദൈവത്തിന് കേട്ടു. രാത്രി കഴിച്ചിട്ട് 3 പേരും ഉറങ്ങി. രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ അവർ 3 പേരും അതിശയിച്ചു പോയി. എന്തെന്നാൽ ആ ചെടി ഇപ്പോൾ ഒരു വലിയ മരമായി. ആ മരം മുഴുവൻ സ്വർണ്ണ നാണയങ്ങൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇത് കണ്ടപ്പോൾ അവർക്ക് സന്തോഷം സഹിക്കാൻ പറ്റിയില്ല. അവർ എല്ലാ നാണയങ്ങളും പറിച്ചെടുത്തു ശേഖരിച്ചു. ദിവസവും ആ മരത്തിൽ സ്വർണ്ണ നാണയങ്ങൾ വിളഞ്ഞു. കുറച്ചു ദിവസത്തിനകം അവർ വലിയ പണക്കാരായി മാറി.